റോഹന്റെ ഇന്റർവ്യൂസ് ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ റോഹനോട് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പുണ്ട്. റോഹൻ ചില കാര്യങ്ങൾ പേഴ്സണലായി ചോദിക്കുന്നതും മറ്റൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആളുകൾ ആരാണോ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഒരു വലിയൊരു അപ്രിസിയേഷൻ ആണ്. അത് ഞാൻ തരണം. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ, നീ മഹാനാ. അത് എന്ത് വേണമെങ്കിലും റോഹനോട് ചോദിക്കാം, ഞാൻ അതിനുള്ള ആൻസർ തരും. കണ്ടന്റ് ഇതിന്റെ റേറ്റിംഗ് ഉണ്ടാവുക, ആളുകൾ കൂടുതൽ കാണുക, ഇതിന് വ്യൂവേഴ്സ് കൂടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണോ ജാസ്മിന്റെ സൈഡിൽ കുറെ സംഭവങ്ങൾ സംഭവിച്ചാലും ഇത് ബോധപൂർവ്വം കാണിച്ചത് അല്ലെങ്കിൽ സ്കൂളിൽ കൊടുക്കുന്നത്? 100%. അല്ല, അവരൊരു സ്ത്രീയല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു 10-50 ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തല്ലേ? അല്ല, ഒരു ബ്യൂട്ടി വ്ലോഗർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വരുന്നു, ആ പെൺകുട്ടിയുടെ വൃത്തിയില്ലായ്മേനെ വരെ വെളിയിലേക്ക് കാണിക്കുന്നു. ഒരു സഹമുറിയനോട് ഇത്രയും സഹതാപമില്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ മനുഷ്യന്റെയും സ്വകാര്യതകളിൽ പല പല തരത്തിലുള്ള തുമ്മലും ചീറ്റലും ചൊറിയലും തലചോറിന് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ പല തരത്തിലുള്ള ഇങ്ങനെയൊക്കെ പിടിച്ചിടുക, ഇതൊക്കെ എല്ലാ മനുഷ്യന്റെ ഉള്ളൊരു സർവ്വസഹജമായിട്ടുള്ളൊരു സാധനമാണ്. താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ, സാറിന്റെ തടി കേടാവാതിരിക്കാൻ ആ ജാസ്മിൻ ചെയ്ത ആ ആക്ട് ശരിയെന്നല്ല ഞാൻ വാദിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോട് പറയും. പക്ഷെ റോഹൻ എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ ജാസ്മിൻ ചെയ്ത ആ ആക്ട് ശരിയാണെന്ന് പറയിപ്പിച്ച് വെളിയിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് എനിക്ക് ചീത്ത വിളി അയപ്പിക്കുന്ന പരിപാടിയാണ് റോഹനൊക്കെ ചെയ്തത്. രണ്ട് കൈ നീട്ടി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. വീണ്ടും എൻ്റെ അടുത്ത് ഈ ചായയിൽ തുമ്മിയത് ശരിയാണോ എന്ന് ഇരുന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. കുറെ നേരമായി ചോദിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ അതേ മര്യാദയിലാണ് സംസാരിക്കുന്നത്. എവിടെയാണ് ഇതിൽ മര്യാദക്കേടായി? നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. ഡബിൾ സ്റ്റാൻഡിൽ അല്ലെന്ന് നീ പറഞ്ഞില്ല. ഡബിൾ സ്റ്റാൻഡിൽ അന്ന് തന്നെ ഞാൻ സംസാരിച്ചു നിന്റെ അടുത്ത് ഡബിൾ സ്റ്റാൻഡിൽ. പക്ഷെ നീ പറഞ്ഞ വർത്താനം ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മര്യാദ കാണിച്ച് സംസാരിക്കണം. പറഞ്ഞൊരു കാര്യത്തിന് മര്യാദ കാണിച്ച് സംസാരിക്കണം. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. അത് എന്ത് വേണമെങ്കിലും റോഹനോട് ചോദിക്കാം, ഞാൻ അതിനുള്ള ആൻസർ തരും. മര്യാദക്ക് സംസാരിക്കും. എവിടെ ഉത്തരവില്ലാതെയാവുമ്പോ എവിടെ ഉത്തരവില്ലാതാവുമ്പോ പിന്നെ ഞാൻ ഒരു കാര്യം പറയും. നല്ല ഫോറിൻ തെറി. ഞാൻ സംസാരിച്ചത് അല്ലെ, ഞാൻ മര്യാദയിലാണ് സംസാരിച്ചത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഒരു മറ്റു പരിപാടി കാണിക്കല്ലേ കേട്ടാ. ഞാനായിട്ട് നിന്നെ ഇവിടെ കയറ്റിയിരുത്തി, ഞാനായിട്ട് തന്നെ നിന്നെ ഇവിടെ ഇറക്കി. അവനാളെ താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ.